വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിതക്കാരന്റെ ഉപമ. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയൊരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു. എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. കഥയിൽ കൂടെ കാര്യത്തിലേക്ക് കടക്കുന്ന യേശു. യേശു തന്റെ കാഴ്ചപ്പാടുകളും ചിന്താധാരകളും ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് അവലംബിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമം ഉപമകളും ചെറുകഥകളുമാണ് എന്ന് നമുക്ക് കാണാം. അവസരോചിതമായ രീതിയിൽ അവ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഹൃദ്യമായി തീരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ പരാമർശിക്കപ്പെടുന്ന ഒരു ഉപമ പരമ്പരാഗതമായി വിത്തിന്റെ ഉപമ എന്ന് നാം വിളിക്കുന്നു എന്ന് വരികിലും അതിന് വിളനിലത്തിന്റെ ഉപമ എന്നും വിതക്കാരന്റെ ഉപമ എന്നും വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കാൻ ഇടവരുന്നു. നോക്കുന്ന വിലയിരുത്തുന്ന വ്യക്തിയുടെ ദിശാബോധത്തിനനുസരിച്ച് അതിന്റെ നാമകരണം വ്യത്യാസപ്പെടാം എന്നർത്ഥം. യേശു തന്റെ ശിഷ്യന്മാരോടൊത്ത് കടൽക്കരയിലെ ആണ്. അപ്പോൾ യേശു കടൽ തീരത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനേകർ യേശുവിനെ ശ്രദ്ധിക്കുന്നതിനും മറ്റുമായിട്ട് കടൽക്കരയിൽ കൂടിയിട്ടുണ്ട്.
ജനങ്ങളുടെ ബാഹുല്യം കണ്ടപ്പോ യേശു അവരോട് സംവദിക്കാൻ തുടങ്ങുന്നു. ആ അവസരത്തിലാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ വിവരിക്കപ്പെടുന്ന ഉപമ അവരോടായിട്ട് പറയുന്നത്. വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിതക്കാരനെ അവരെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് യേശു പറയുന്നു, ആ വിതയ്ക്കപ്പെട്ട വിത്തുകളിൽ പലതരത്തിലുള്ള മണ്ണിലാണ് അവ വീഴാനിടവന്നത്. ചില വിത്ത് വഴിയരികിൽ വീണു, മറ്റു ചിലത് പാറപ്പുറത്ത് വീണു, ഇനിയും ചിലത് മുൾപടർപ്പിന് ഇടയിൽ വീഴാൻ ഇടവരുന്നു എന്ന് യേശു പറയുന്നു. ഇവയൊന്നും തക്കതായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കാതെ അവ നശിച്ചു പോകാൻ ഇടവന്നു എന്നുള്ളതാണ് ആ ഉപമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ വിത്തിലെ ഒരു ഭാഗം നല്ല നിലത്ത് വീഴാൻ ഇടവന്നു. ആ നിലം പാകപ്പെടുത്തി ഒരുക്കപ്പെട്ട നിലമായതുകൊണ്ട് അതിൽ വീണ വിത്ത് മുളച്ച് പൊങ്ങി സമൃദ്ധമായ വിളവുകൾ നൽകാൻ ഇടവന്നു എന്ന് യേശു പറയുന്നു. യേശു ഇവിടെ മനുഷ്യനാകുന്ന ആ മണ്ണിനെ പറ്റിയാണ് ഇവിടെ പരാമർശം. ഭൂമിയിലെ മണ്ണ് എന്നതിനേക്കാൾ മനുഷ്യന്റെ മനസ്സാകുന്ന മണ്ണ്. എന്നിട്ട് യേശു തന്റെ ശ്രോതാക്കളോടായിട്ട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ മനസ്സ് ഒരിക്കലും വഴിയരികിനെ പോലെയോ പാറ പോലെ കടുപ്പമുള്ളതോ മുൾപ്പടർപ്പ് പോലെ ഫലപ്രദമല്ലാത്ത രീതിയിലോ ഉള്ള മനസ്സായിട്ട് തീരരുത്. പകരം നിങ്ങളുടെ മനസ്സിന് ശിക്ഷണം നൽകി അതിനെ പാകപ്പെടുത്താൻ ഇടവരണം. അതിൽ നിന്ന് സുഹൃതങ്ങൾ വിരിയിക്കത്തക്ക വിധത്തിലുള്ള ഒരു മനസ്സ് നിങ്ങളുടേതാകണം. ആ മനസ്സിൽ നിന്നാണ് സൽഫലങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുക. ആ സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകൾ നിങ്ങളായി തീരണം എന്നുള്ളതാണ് ഈ ഉപമയുടെ മുഖ്യ സന്ദേശം എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ കഥയിൽ കൂടെ കാര്യത്തിലേക്ക് കടക്കുന്ന ഒരു രീതിയാണ് യേശു അവലംബിക്കുന്നതായിട്ട് നാം കാണുന്നത്. അത് മനസ്സിൽ തങ്ങി നിൽക്കാനും അതിനനുസരിച്ച് ജീവിതബന്ധിയാകാനും ഇടവരാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകണം യേശു എപ്പോഴും തന്നെ ഉപമകളെയും കഥകളെയും അന്യോപദേശങ്ങളെയും ആശ്രയിക്കുന്നത് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല.